ഹായ്, മൈസെൽഫ് നിഖിൽ. ട്രിപ്പിളയുടെ CMA ഇന്റർ ബ്രിഡ്ജ് കോഴ്സിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. കാറ്റ് എക്സാം പാസ്സായിട്ടും അതേപോലെ ഡിഗ്രി റൂട്ടിലൂടെയും CMA ഇന്ററിന്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് ഈ ക്ലാസ് ഒരു ഐഡിയ തരും. ഇപ്പം ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന പേപ്പർ കോസ്റ്റ് അക്കൗണ്ടിങ്, പേപ്പർ 8 ആയ കോസ്റ്റ് അക്കൗണ്ട്. എന്താണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്? അധികം ആൾക്കാർക്കും വരുന്ന ഡൗട്ടാണ്, സാർ CMA നല്ല ടഫില്ലേ, കോസ്റ്റിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, നല്ല മാത്സൊക്കെ ആപ്ലിക്കേഷൻ വരുന്നുണ്ടോ? ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. അതായത് ഈ പേപ്പർ 8 വരുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലാണ്. ഒരു ഗ്രൂപ്പിൽ 4 സബ്ജക്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ നമുക്കൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പ്. അതിലും 4 സബ്ജക്റ്റ് വരുന്നുണ്ട്. ടോട്ടൽ നിങ്ങൾക്ക് 8 സബ്ജക്റ്റ് ഉണ്ടാവും. 8 എണ്ണം ടോട്ടൽ സബ്ജക്റ്റ്. അതിലെ പേപ്പർ 8 ഗ്രൂപ്പ് 1 വരുന്ന നമ്മുടെ സബ്ജക്റ്റ്, ആ 4 എണ്ണത്തിൽ ഒരെണ്ണം ഏതാ? നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റിൽ ഒരെണ്ണമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. 100 മാർക്സിൻ്റെ പേപ്പറാണ്. 100 മാർക്സിൻ്റെ പേപ്പർ. ഇതിൽ ഒരു 90% 90% പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസാണ്, പ്രോബ്ലം ഓറിയൻറ്റഡ്. തിയറി അല്ല. തിയറി വരുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ബട്ട് തിയറി നിങ്ങൾ +1 പഠിച്ച പോലെ +2 പഠിച്ചതുപോലും ഒരുപാട് ബൈഹാർട്ട് പഠിക്കേണ്ട കേസൊന്നും വരുന്നില്ല. കോൺസെപ്റ്റ് ബേസിൽ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഈ പേപ്പർ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്, അത് യാതൊരു ഡൗട്ടും ഇല്ല. +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് അവരാദ്യമായിട്ടായിരിക്കും ഈ ഒരു പേപ്പർ കേൾക്കുന്നുണ്ടാവുക. കാറ്റ് എക്സാമിന് നിങ്ങൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പേപ്പർ +2 കഴിഞ്ഞ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് അവരാദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു പേപ്പർ കേൾക്കുന്നത്, ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത്. ഡിഗ്രി BCom അല്ലെങ്കിൽ ഡിഗ്രി കോമേഴ്സ് സ്റ്റുഡൻസിന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ട്രിപ്പിൾ ക്ലാസ്സിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും നിങ്ങൾ +2 കഴിഞ്ഞ ആൾക്കാരാണെങ്കിലും ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 ആണ്. നമ്മളൊന്നും പഠിച്ചിട്ടില്ല, ആ രീതിയിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മളെല്ലാവരും ഒരേ രീതിയിൽ എന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും, 0 ലെവലിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റിൽ നമുക്ക് കുറച്ച് ഒത്തിരി വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനുണ്ട്. ബട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല. നിങ്ങൾ ഔട്ട്സൈഡേഴ്സ് പറയുന്നത് പോലെ, അത് ഞാൻ പറയാൻ റീസൺ, ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, സാർ ഇത് മാത്സ് അല്ലേ, ഒരുപാട് മാത്തമാറ്റിക്സ് വരുന്നില്ലേ? ഇല്ല, നമ്മൾ പഠിക്കുന്ന പോലെ സൈൻ തീറ്റ, കോസ് തീറ്റ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. പ്രാക്ടിക്കലി കാണുന്ന എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള മാത്സേ വരുന്നുള്ളൂ. ഈ മാത്തമാറ്റിക്സ് പറഞ്ഞ സംഭവം ഇതിലില്ല, പക്ക ഒരു കോൺസെപ്റ്റ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? 5 ലക്ഷം രൂപയ്ക്ക് മെറ്റീരിയൽ മേടിച്ചു. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. 5 ലക്ഷം രൂപയ്ക്ക് മെറ്റീരിയൽ മേടിച്ചു. മെറ്റീരിയൽ 5 ലക്ഷം. അത് പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയി 1 ലക്ഷം രൂപ വേജസ് മേടിച്ചു. എംപ്ലോയീസിന് വേജ് കൊടുത്തു 1 lakh rupees. ഇത് കൂടാതെ അതർ എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് എക്സ്പെൻസ് വന്നു 1 lakh. ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ടോട്ടൽ എത്ര എക്സ്പെൻസ് വന്നു? അപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് കോസ്റ്റ്. മാനുഫാക്ചറർ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എക്സ്പെൻസ് വരുന്നു അതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. സോ ഈ കമ്പ്യൂട്ട് ചെയ്യുന്ന ആ പ്രോസസ്സ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് കോസ്റ്റിംഗ്. ഓക്കെ, കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ടെക്നിക്സ് ആണ്, ആ ഒരു പ്രൊസീജിയറാണ്. നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഇപ്പം ഞാനിപ്പോൾ ചോദിക്കുകയാണ് നിങ്ങളോട്, എത്രയാണ് ഇതുവരെ വന്ന കോസ്റ്റ്? സിമ്പിളായിട്ട് കിട്ടും. മെറ്റീരിയൽ 5 ലക്ഷം, വേജസ് 1 lakh, ഓവർ ഹെഡ്സ് 1 lakh. ഓവർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് വരുന്ന എക്സ്പെൻസ്. ഇപ്പോൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. സംതിങ് ഓവർ ആയിട്ട് വരുന്ന എക്സ്പെൻസ്. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ മെറ്റീരിയൽ ഓക്കെ, ഇത് ഉണ്ടാക്കുന്ന ആൾക്ക് വേജ് കൊടുക്കണം. ഇത് കൂടാതെ ഇത് രണ്ടും മതിയില്ലല്ലോ, ഇത് രണ്ടും പോരാ. ഇത് കൂടാതെ നമുക്ക് കമ്പനിക്ക് ഇനിയും എക്സ്പെൻസ് വരും, അതർ എക്സ്പെൻസ്, അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് വേജസ്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കാര്യം. എന്നാലിപ്പോൾ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് വരുന്നില്ല. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര പൈസ ടോട്ടൽ ചിലവായി? 7 lakhs rupees. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്ത മാത്സ്, ഇത് മാത്തമാറ്റിക്സാണ്, ആഡ് ചെയ്തു. ബട്ട് ഇവിടെ നമുക്ക് വലിയ രീതിയിൽ കോംപ്ലിക്കേറ്റുള്ള മാത്സ് ഒന്നും വരുന്നില്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെയാണ് എടുക്കേണ്ടത്, ഏതൊക്കെ ആഡ് ചെയ്യണം, ഏതൊക്കെ എടുക്കാൻ പാടില്ല, എത്രമാത്രം ഡിഫറൻസ് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള മാത്സ് ഇതിൽ വരുന്നുണ്ട്. അല്ല അതിൽ X കാണാനോ Y കാണാനോ അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുള്ള കേസ് ഒന്നും വരുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇത് പറയാനുള്ള റീസൺ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. ഇനി നമ്മുടെ സബ്ജക്റ്റ്
നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഈ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആസ് എ CMA സ്റ്റുഡൻറ്റ് നിങ്ങൾ CMA പഠിച്ച് പാസ്സായിട്ട് ഒരു കമ്പനിയിൽ കയറുമ്പോൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആയിട്ട് കമ്പനിയിൽ കയറുമ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സ്പേർട്ട് നോളജ് അറിയേണ്ടത് ഈ സബ്ജക്റ്റാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് നല്ല താറുമായിരിക്കും. ഇതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലോ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിലോ നിങ്ങൾക്ക് കയറി വലിയ ടോപ്പ് ലെവലിൽ എത്താൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു കമ്പനിയിലെ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാനും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് എത്രമാത്രം കോസ്റ്റ് വരുന്നുണ്ടെന്ന് അറിയണം. അതേപോലെ ആ പ്രൊഡക്റ്റ് എത്ര പൈസയ്ക്ക് വിൽക്കണം, സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനും, അതേപോലെ കമ്പനിക്ക് എത്ര വരെ പ്രോഫിറ്റ് കിട്ടും, പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാനൊക്കെ ഈ സബ്ജക്റ്റ് വെരി യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ സബ്ജക്റ്റ് ക്ലാസ്സിൽ എടുക്കുമ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരും. ഇപ്പം നമ്മൾ ഒരു കുറച്ച് സമയം കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ടൈമില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ ഫസ്റ്റ് എന്താണ് ഈ സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ട് നമ്മൾ നേരെ എങ്ങനെയാണ് കോസ്റ്റ് കണ്ടുപിടിക്കുക, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എത്രമാത്രം കോസ്റ്റ് ഉണ്ട്, എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതൊക്കെ എക്സ്പെൻസാണ് മെയിനായിട്ട് വരുന്ന ഹെഡ്സ്, അതായിരിക്കും നമ്മൾ ഫസ്റ്റ് പഠിക്കാം. ഇപ്പം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും മെറ്റീരിയൽ ആവശ്യമുണ്ട്. അപ്പോൾ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കും. ഡയറക്റ്റ് മെറ്റീരിയൽ ഏതൊക്കെ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഏതൊക്കെ, ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ ഏതൊക്കെ. അപ്പോൾ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവിടെ പഠിക്കും. മെറ്റീരിയൽ എത്ര വെച്ച് മേടിക്കണം, ഒരു വർഷത്തെ മെറ്റീരിയൽ ഒരുമിച്ച് മേടിക്കണോ, അല്ലെങ്കിൽ ഓരോ മാസം വെച്ച് മേടിച്ചാൽ മതിയോ, അല്ലെങ്കിൽ 6 മാസം വെച്ച് മേടിക്കണോ, എപ്പം എങ്ങനെ എത്രമാത്രം മെറ്റീരിയൽ നമ്മൾ സ്റ്റോർ ചെയ്യണം, മെറ്റീരിയൽ നമ്മൾ സ്റ്റോർ റൂമിൽ എത്ര വെക്കണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിക്കും. ഏതൊക്കെ മെറ്റീരിയലാണ് കൂടുതൽ മേടിച്ച് വെക്കേണ്ടത്, ഏതൊക്കെ മെറ്റീരിയൽ മേടിച്ച് വെക്കാൻ പാടില്ല, ഏതൊക്കെയാണ് ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ്, തീരെ മൂവ് ചെയ്യാത്ത ഐറ്റം ഏതൊക്കെ. ഇതുമായി നമ്മൾ മെറ്റീരിയലിൻ്റെ കേസിൽ കംപ്ലീറ്റ് പഠിക്കും. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, മെറ്റീരിയലിനെ കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ഒരു കമ്പനിക്ക് വരുന്ന വേറൊരു കോസ്റ്റാണ് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട കോസ്റ്റ്, വേജസ്, എംപ്ലോയി കോസ്റ്റ്. അപ്പോൾ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട കോസ്റ്റ്, എംപ്ലോയീസിന് എങ്ങനെയാണ് വേജ് വരുന്നത്, ടൈമിലാണോ, അവർ വർക്ക് ചെയ്യുന്ന ടൈമിൻ്റെ ബേസിലാണോ, അല്ലെങ്കിൽ പീസ് റേറ്റ് ബേസിലാണോ, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേസിലാണോ, അത് നമ്മൾ കംപ്ലീറ്റ് പഠിക്കും. ഒരു എംപ്ലോയിന് HRA കൊടുക്കണം, ബേസിക് സാലറി കൊടുക്കണം, DA കൊടുക്കണം. ഇതൊക്കെ എങ്ങനെയാണ് കോസ്റ്റിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്യാം, അവിടെ നമ്മൾ പഠിക്കും. ഓക്കെ, കഴിഞ്ഞ വർഷവും ഈ വർഷവും എത്രമാത്രം എംപ്ലോയീസ് നമ്മളെ കമ്പനിയിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട്, ലേബർ ടേൺ ഓവർ, പുതിയതായിട്ട് എത്ര എംപ്ലോയീസ് വന്നിട്ടുണ്ട്, എത്രയാണ് പെർസെൻറ്റേജ്, ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. എംപ്ലോയീസുമായി ബന്ധപ്പെട്ട എല്ലാ കേസസും അവിടെ പഠിക്കും. ഓക്കെ, പിന്നീട് നമ്മൾ നോക്കുന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മെറ്റീരിയലും അല്ലെങ്കിൽ വേജസ് മാത്രം പോരാ. ഇത് കൂടാതെ അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് വേജസ്, ഇത് കൂടാതെ ഏതൊക്കെ വരുന്നുണ്ട്, അതിനൊക്കെ നമ്മൾ ഒറ്റൊരു ഹെഡിങ് കൊടുക്കും, എക്സ്പെൻസ്. അതിനെപ്പറ്റി പഠിക്കും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ മെറ്റീരിയലും വേജസും കൂടാതെ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിക്ക് ഒരു ഫാക്ടറി ഉണ്ടാവും അല്ലേ, അതിനൊരുപാട് കാര്യങ്ങൾ വരും. ആ ഫാക്ടറിന് റെൻറ്റ് കൊടുക്കണം, മെഷീൻ മേടിക്കണം, ആ മെഷീനുമായി ബന്ധപ്പെട്ട റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്, ഡിപ്രീസിയേഷൻ, ഫാക്ടറിയിലെ സൂപ്പർവൈസർക്ക് പൈസ കൊടുക്കും. അപ്പോൾ ഒത്തിരി എക്സ്പെൻസ് കയറി വരും, മെറ്റീരിയലും വേജസും കൂടാതെ. ഓക്കെ, അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും, എക്സ്പെൻസസ്. ഇത്രയും പഠിച്ചിട്ട് നമ്മൾ നേരെ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ പഠിക്കും. ഓവർ ഹെഡ്സ് എന്ന് പറയും, ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന സംഭവം മാത്രം പോരാ. കാണാൻ പറ്റുന്നുണ്ടോ, വൈറ്റ് ആയതുകൊണ്ട്, ഇത് പെൻസിലാണ്, ഇത് മാത്രം പോരാ. ഇത് കൂടാതെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരും, അത് ഓവർ ഹെഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞത് റെൻ്റ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരും, നമുക്ക് പഠിക്കാൻ. ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നേ ഇല്ല. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യുന്ന ചാപ്റ്റർ, ഓവർ ഹെഡ്സ് എന്ന് പറയും. അപ്പം ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അത് മാത്രമല്ല, അതോടുകൂടി നിങ്ങൾ ഏകദേശം ഒരു 15%, 15% വരെ നിങ്ങൾ എന്ത് ചെയ്യും, സബ്ജക്റ്റിൻ്റെ ഒരു നോളജ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓൾമോസ്റ്റ് 20% തന്നെ എനിക്ക് പറയാം. കോസ്റ്റിലെ എലിമെന്റ്സ് പഠിക്കുമ്പോൾ അത്രയും കാര്യങ്ങൾ വെച്ച് തന്നെ നിങ്ങൾക്ക് കോസ്റ്റ് ഷീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. കോസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. ഒരു മാനുഫാക്ചറിങ് കമ്പനി അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി എത്രമാത്രം കോസ്റ്റ് ഇതുവരെ വന്നിട്ടുണ്ട്, എത്രയാണ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ,
ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ കോസ്റ്റിലെ അംഗങ്ങൾ ആരൊക്കെ, ഞാൻ പറഞ്ഞത് മെറ്റീരിയൽ ഉണ്ടാവും, വേജസ് ഉണ്ടാവും, ഇത് കൂടാതെ അതർ എക്സ്പെൻസസ് ഉണ്ടാവും, ഡയറക്റ്റ് ഉണ്ടാവാം, ഇൻഡയറക്റ്റ് ഉണ്ടാവാം. അതൊക്കെ കൂടാതെ ഇൻഡയറക്റ്റ് എന്ന് പറയുന്ന പേരാണ് ഓവർ ഹെഡ്സ്. നമുക്ക് പറയാം, ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നത്. ഇനി ഇത്രയും പഠിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് എങ്ങനെയാണ് ഒരു കമ്പനിയിലെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവരെങ്ങനെയാണ് ജേർണൽ എൻട്രീസ് പാസ് ചെയ്യുന്നത്. കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്, മാനുഫാക്ചറിങ് കമ്പനി ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്ന ഏതൊക്കെ മെത്തേഡിലാണ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്, കോസ്റ്റ് അക്കൗണ്ട്സ്, അത് നമ്മൾ അവിടെ പഠിക്കും. കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്, ജേർണൽ എൻട്രീസ്, മെറ്റീരിയൽ മേടിക്കുമ്പം എങ്ങനെ ജേർണൽ എൻട്രി പാസ് ചെയ്യണം, മേടിച്ച മെറ്റീരിയൽ നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ, ഫാക്ടറിയിലേക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ, അതായത് WIP ആയി മാറും. മെറ്റീരിയൽ എപ്പോഴും നമ്മളെ സ്റ്റോർ റൂമിൽ കിടക്കില്ല, അത് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യും, വർക്കിന് വേണ്ടി കൊണ്ടുപോകും, WIP ആയി മാറും. WIP പിന്നീട് എന്ത് ചെയ്യും, ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറും. നിങ്ങൾ അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ നമ്മൾ ഇൻവെന്ററി മൂവ്മെന്റ് ഒരിക്കലും ജേർണൽ എൻട്രി പാസ് ചെയ്യാറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഹോട്ടലിലേക്ക് കുറച്ച് അരി മേടിച്ചു, ഫുഡ് വെക്കാൻ വേണ്ടി അരി മേടിച്ചു, ആ സമയത്ത് നമ്മൾ എൻട്രി പാസ് ചെയ്യും. അരി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി പാസ് ചെയ്യാറില്ല, അവിടുന്ന് അരി എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു, ഇല്ല. ബട്ട് കോസ്റ്റിങ്ങിന് നമ്മൾ എന്ത് ചെയ്യും, ഇൻവെന്ററി മൂവ്മെന്റ്സ് റെക്കോർഡ് ചെയ്യും. നമ്മളെ സ്റ്റോർ റൂമിൽ നിന്ന് എത്ര ഇൻവെന്ററി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യും. പിന്നീട് ആ വർക്ക് നടന്ന ശേഷം എത്രമാത്രം ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറി, അതിന്റെ എൻട്രി പാസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻവെന്ററി മൂവ്മെന്റ്സ് എൻട്രിയും എത്രമാത്രം ഓവർ ഹെഡ്സ് ഒക്കെ ചാർജ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കംപ്ലീറ്റ് ജേർണൽ എൻട്രീസ് പഠിക്കും. അപ്പോൾ ഈ ജേർണൽ എൻട്രീസിന്റെ ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം +1 +2 അക്കൗണ്ടൻസി ജേർണൽ എൻട്രി നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അക്കൗണ്ടൻസി പഠിക്കാത്ത ആൾക്കാരാണെങ്കിലും ഇത് കോൺസെപ്റ്റ് വെച്ച് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. ബഹിയായിട്ട് പഠിക്കുന്ന സംഭവം ഇല്ല. നമ്മൾ ഈ സബ്ജക്റ്റിൽ ഒരു ഇക്വേഷൻസ് പോലും നിങ്ങൾ ബഹിയായിട്ട് പഠിക്കണം. നമുക്ക് നേരെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യുന്ന ഏരിയാസ്. ഏതൊക്കെ, നമ്മൾ കോസ്റ്റുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കോസ്റ്റിലെ അംഗങ്ങൾ ആരൊക്കെ, മെറ്റീരിയൽ കോസ്റ്റാണ്, മെറ്റീരിയൽ സ്പെൻഡ് ചെയ്യണം, വേജസ് വരും, അതർ ദാൻ മെറ്റീരിയൽ ആൻഡ് വേജസ്, പിന്നെ ഇതിനൊക്കെ ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് കോസ്റ്റ്, പിന്നെ നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കോസ്റ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക, പിന്നീട് നമ്മൾ എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് പാസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് 10 മാർക്ക് വരെ എക്സാമിന് വരുന്ന കേസാണ്, 10 മാർക്ക്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും കോസ്റ്റിൽ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, അതിനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കോസ്റ്റിങ്ങിൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നത് പോലെ കോസ്റ്റിങ്ങിനും സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം, ചില ഐറ്റംസ് അതേപോലെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് ഒരുപാടൊന്നും പഠിക്കാനില്ല, സ്റ്റാൻഡേർഡ്സിൻ്റെ നമ്പർ മാത്രം ഓർമ്മിച്ചാൽ മതി. ഈ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് നമ്പർ 6 ആണ്, വേജസ് സ്റ്റാൻഡേർഡ് നമ്പർ 7 പറഞ്ഞത്, എക്സ്പെൻസ് സ്റ്റാൻഡേർഡ് നമ്പർ 10. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഓരോ സബ്ജക്റ്റ് പഠിക്കും, ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ സ്റ്റാൻഡേർഡ്സും അതിൻ്റെ കൂടെ പഠിക്കും. അല്ലാതെ സ്റ്റാൻഡേർഡ്സിന് സെപ്പറേറ്റ് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യില്ല. ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കും. എക്സാമിന് വരുമ്പോൾ സ്റ്റാൻഡേർഡിൻ്റെ നമ്പർ മാത്രമേ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ, തിയറി നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, നമ്മൾ ഈ സബ്ജക്റ്റിൽ നമ്മൾ ഓരോ ചാപ്റ്റർ ഇങ്ങനെ കവർ ചെയ്ത് കോസ്റ്റിൻ്റെ ബുക്ക് കീപ്പിംഗ് വരെ പഠിച്ചു. ഇത്രയും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടി, എന്താണ് കമ്പനിയിൽ നടക്കുന്നത്, എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക. ഈ കംപ്ലീറ്റ് ഡാറ്റ നിങ്ങൾക്ക് കിട്ടും. ഒരു സർവീസിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൽ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം, കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത്, പിന്നെ ഭയങ്കരമായിട്ട് സ്പീഡിൽ പോകാൻ പറ്റും ക്ലാസ്. ഇത്രയും പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കാണുന്നത്. ആദ്യത്തെ കുറച്ച് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, നല്ല രീതിയിൽ നല്ല വർക്ക് ചെയ്യണം, കാരണം പുതിയ സബ്ജക്റ്റ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എല്ലാം വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റും. ഈ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, അത് ഏതൊക്കെ മെത്തേഡ്സിൽ ഓരോന്നിനും നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കും. ഇപ്പോൾ ഒരു കമ്പനി സിംഗിൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഒരു കമ്പനി ബാച്ചസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരൊറ്റയ്ക്ക് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു ബാച്ചിൽ ഒരു പ്രോഡക്റ്റ്, 2 പ്രോഡക്റ്റ്, 3, ഇങ്ങനെ ഓരോ ബാച്ച് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയുടെ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് ബാച്ച് കോസ്റ്റിംഗ്. അതൊരു മെത്തേഡാണ്. ഓക്കെ, പിന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ
കടന്നു പോകണം. പ്രോസസ്സ് 1 അവിടുന്ന് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് കിട്ടില്ല, അടുത്ത പ്രോസസ്സിലേക്ക് പോയിട്ട് അവിടുന്ന് വീണ്ടും അടുത്ത ഫർദർ പ്രോസസ്സ് ചെയ്യണം. ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് കിട്ടും. അങ്ങനെയുള്ള കമ്പനി എങ്ങനെയാണ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങൾ സിമെൻറ്റ് മാനുഫാക്ചർ എന്ന് കണ്ടില്ലേ? സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ആദ്യം എന്താ ചെയ്യുക? ആദ്യം അവിടെ പോയിട്ട് ഇത് കൊണ്ടുവരും, ആ കോരി പോയിട്ട് ഇത് നേരെ കൊണ്ടുവന്നിട്ട് അത് നേരെ ഇത് പ്രോസസ്സ് ചെയ്ത് എടുത്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, ആ പാക്കിംഗ് ഒക്കെ ചെയ്യും. അപ്പോൾ ഒത്തിരി പ്രോസസ്സിലൂടെയാണ് ആ മാനുഫാക്ചർ നടക്കുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് കോസ്റ്റ് കണ്ടുപിടിക്കുക? അപ്പോൾ ഓരോ പ്രോസസ്സിലും എത്രമാത്രം എക്സ്പെൻസ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് ലാസ്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആകുമ്പോഴേക്കും എത്ര കോസ്റ്റ് വരുന്നുണ്ട് കണ്ടുപിടിക്കും. അതാണ് പ്രോസസ് കോസ്റ്റിങ്ങിൽ നമുക്ക് ബേസിക് ഒരു ഐഡിയ. പിന്നെ അതേപോലെ നമ്മൾ ഒരു കമ്പനി ഒന്നിൽ കൂടുതൽ മെയിൻ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ മിൽക്ക് ഉപയോഗിക്കുകയാണ്. മിൽക്ക് ഉപയോഗിച്ചിട്ട് മിൽക്കുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രൊഡക്റ്റ്, ഇപ്പം എന്താ ഗീ, ബട്ടർ, ഇപ്പം ഇങ്ങനെ കുറച്ച് ഐസ്ക്രീംസ്, ഇങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ മെയിൻ പ്രോഡക്ട്സാണ്. ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഒരു മെറ്റീരിയൽ കോമൺ പ്രോസസ്സ് നടത്തിയിട്ട് കോമൺ പ്രോസസ്സിലൂടെ കുറച്ച് മെയിൻ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം മെയിൻ പ്രോഡക്ട്സാണ്. ഇതിന് ജോയിൻറ്റ് പ്രോഡക്ട്സ്. അപ്പോൾ ഇങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? അത് ജോയിൻറ്റ് പ്രോഡക്ട്സ് ആൻഡ് ബൈ പ്രോഡക്ട്സ് എന്ന് പറയും. നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാം. ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യും. കോൺട്രാക്ട് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അവരെ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി മിനിമം മോർ ദാൻ 1 ഇയർ എടുക്കും. അങ്ങനെയാണെങ്കിൽ അത് കോൺട്രാക്ട് കോസ്റ്റിംഗ്. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് പറയണം, ഞങ്ങൾക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി തരണം. അപ്പോൾ ഒരു ബിൽഡേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, ഞങ്ങൾക്ക് ഒരു 10 ഫ്ലോറുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറയണം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മോർ ദാൻ 1 ഇയർ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രാക്ട് അവർ സൈൻ ചെയ്ത് കഴിഞ്ഞു. ബിൽഡേഴ്സ് എന്ത് ചെയ്യണം, അവർക്ക് ഇത്രയും ഫ്ലോറുള്ള ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കണം. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക, എങ്ങനെയാണ് പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്യുക, അപ്പോൾ നമ്മളത് പഠിക്കും. അത് കോൺട്രാക്ട് കോസ്റ്റിംഗ്. അതാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുക. ഇങ്ങനെ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്. ബട്ട് ഇതൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ആദ്യം പഠിക്കണമെങ്കിൽ നമ്മൾ ബേസ് സെറ്റാക്കിയാൽ മതി. ബേസ് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ എത്രമാത്രം വേണമെങ്കിലും ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വലിയ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലാസ്സൊക്കെ നിങ്ങൾ ഒരു ക്ലാസ് പോലും ലീവ് എടുക്കരുത്. കംപ്ലീറ്റ് ഒരു 5-6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പിന്നീടുള്ള ചാപ്റ്റേഴ്സൊക്കെ വളരെ സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ ടെക്നിക്സിലേക്ക് വരും. കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്നിക്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്. മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബജറ്റ് ആൻഡ് ബജറ്ററി കൺട്രോൾ, 3 ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഏരിയ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചെറിയ മാത്തമാറ്റിക്സിൻ്റെ ചെറിയ ആപ്ലിക്കേഷൻ, വലിയ ബുദ്ധിമുട്ട് വരില്ല. പേഴ്സൻറ്റേജ് കാണാനും, പിന്നെ 2 നമ്പർ തന്നിട്ട് ഒരു നമ്പർ ഹൈഡ് ചെയ്ത് വെക്കും, അത് കാണാനൊക്കെ. ഇനി വെരി ഈസി എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും CMA പാസ്സാവില്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കി. ബട്ട് വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് മാത്രമല്ല, നല്ല ഇൻട്രസ്റ്റോട് കൂടി നിങ്ങൾ ട്രിപ്പിളിലേക്ക് വരികയാണെങ്കിൽ പാസ്സാക്കി എടുക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അത് യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് ട്രിപ്പിളിയുടെ പ്രീവിയസ് റിസൾട്ട്സ് ഒക്കെ നോക്കി കാണാൻ പറ്റും. ഈ റാങ്ക് ഹോൾഡേഴ്സും അല്ലെങ്കിൽ അത്ര പേര് ഇവിടുന്ന് പാസ്സായി വന്നിട്ടുണ്ട്. ഇവിടുന്ന് റാങ്ക് അടിച്ച ആൾക്കാരൊക്കെ അവർ തന്നെ അവരെ ട്രിപ്പിളിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അവർ തന്നെ അവരെ പാസ്റ്റ് മീൻസ് അവരെ ഡിഗ്രി ലെവൽ മാർക്കും അവർ ആവറേജ് സ്റ്റുഡൻ്റൊക്കെ ആയിരുന്നു. വന്നു, അവർ നല്ല രീതിയിൽ പഠിച്ചു, ഹാർഡ് വർക്ക് ചെയ്തു, എന്ത് ചെയ്തു, റാങ്ക് അടിച്ചു. അപ്പം ജോയിൻ ചെയ്യുന്ന ആൾക്കാർ, ഇന്ററിലേക്ക് വരാൻ പോകുന്ന ആൾക്കാർ യാതൊരു കാരണവശാലും പേടിക്കേണ്ട. അങ്ങനെയുള്ളൊരു സബ്ജക്റ്റ് അല്ല. ടോട്ടൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ട് വരില്ല. ബട്ട് പ്രശ്നം വരുന്നത് ഇന്ററിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ പഠിക്കും, എല്ലാവരും പഠിക്കും, ഹോംവർക്കൊക്കെ അന്ന് തന്നെ ചെയ്യും. പിന്നീട് അവരെന്ത് ചെയ്യും, പിന്നീട് ഓരോ ദിവസം മാറ്റി വെക്കും, ചെയ്യില്ല, കിടന്ന് ഉറങ്ങും ഹോസ്റ്റലിൽ പോയിട്ട്, ഒന്നും പഠിക്കാതെ പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇന്നലെ എടുത്ത ക്ലാസ് ആയിരിക്കും ഇന്ന് എടുക്കും. ഒരു ഫാക്കൽറ്റി ക്ലാസ്സിൽ വരുമ്പോൾ, ഇപ്പോൾ ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ വരികയാണെങ്കിൽ ഞാൻ ഒരു ദിവസം ക്ലാസ് എടുത്ത് പോവില്ല, ഞാനൊരു 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞാൻ ക്ലാസ്സിന് വരുമ്പോൾ ഫസ്റ്റ് ഡേ എടുത്ത കാര്യം നിങ്ങൾ റിവൈസ് ചെയ്ത് വരികയാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല, അത് ഗ്യാരണ്ടിയാണ്, യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഓരോ ക്ലാസ് എടുക്കുമ്പോൾ അന്ന് എടുത്ത കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും,
റിവൈസ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഡേ ക്ലാസ് എടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഡേ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഡേ പഠിച്ചതും സെക്കൻഡ് ഡേ പഠിച്ചതും നമ്മൾ എന്ത് ചെയ്യും, റിവൈസ് ചെയ്യും വീണ്ടും. അപ്പോൾ ഓരോ ദിവസവും ക്ലാസ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ റിവൈസ് ചെയ്ത് തരും. എൻ്റെ കൂടെ നിങ്ങളും പറയും. അങ്ങനെ സ്റ്റുഡൻസ് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞവരൊക്കെ പാസ്സായിട്ടുണ്ട്, അത് യാതൊരു ഡൗട്ടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഡെയിലി എടുക്കുന്ന കാര്യം ഡെയിലി പഠിച്ചു കഴിഞ്ഞാൽ ഈ കോഴ്സ് അല്ലെങ്കിൽ ഇതെല്ലാം സി ആണെങ്കിൽ CM ആണെങ്കിലും CS ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, പാസ്സാക്കി വരാൻ പറ്റും. നിങ്ങൾ എത്രമാത്രം ബ്രില്യൻ്റ് ആണെങ്കിലും അതിൽ കാര്യമില്ല, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം വിത്ത് സ്മാർട്ട് വർക്ക്. അതിനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഈ സബ്ജക്റ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം, ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം, നല്ല കോൺഫിഡൻസോട് കൂടി ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, അപ്പം ക്ലാസ്സിൽ വെച്ച്